2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും കോൺഗ്രസ് നേതൃത്വം അധികാരത്തിലേക്ക് എത്താൻ ഞങ്ങളാകുന്ന വിധത്തിലെല്ലാം ചെയ്യും. ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് ജോഡോ യാത്ര സംഘടിപ്പിക്കും. കോൺഗ്രസ് നേതൃത്വത്തെ പരിഹസിച്ചതിൽ ഞങ്ങൾ ഇന്ന് പശ്ചാത്തപിക്കുകയാണ്. പശ്ചാത്തപിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതായത് അഭിജിത്ത് ദീപ്തിയെ തിരിച്ചറിയുകയാണ് യഥാർത്ഥ രാജ്യത്തിന്റെ ശത്രുക്കൾ ആരാണ്, രാജ്യത്തിന്റെ പുരോഗമനത്തെ പിന്നോട്ടടിക്കുന്നത് ആരാണ്. 60 വർഷത്തോളം കോൺഗ്രസ് ഭരിച്ചിട്ട് ഒന്നും നേടിയില്ല. ഇപ്പോഴിതാ ഞങ്ങൾ ഹൈഡ്രജൻ ട്രെയിൻ വരെ ഇറക്കി എന്ന് കുറ്റം കൊള്ളുന്ന BJP മനസ്സിലാക്കേണ്ടത്, BJPയുടെ ഖജനാവിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കുമിഞ്ഞുകൂടിയ പണത്തിന്റെ അളവ് എത്രയാണെന്ന് അറിയാമോ? ഈ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണ്, സംഭാവനയാണ് BJP ചെയ്തത്. പണക്കാർ കൂടുതൽ പണക്കാരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും അവർ തമ്മിലുള്ള അന്തരം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് BJPയുടെ ഈ പോളിസി എന്ന് പറയുന്നത്. അതായത് അവരുടെ ഹിഡൻ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകീകൃത സിവിൽ കോഡ് വരുന്നതോടുകൂടി അത് കൂടുതൽ വ്യക്തമാവുകയും സാധാരണക്കാരുടെ നെഞ്ചത്തടിക്കുന്ന പല പരിഷ്കാര നടപടികൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഭേദഗതി 2/3 ഭൂരിപക്ഷം പാർലമെന്റിന്റെ ഇരു സഭകളിലും നേടിയെടുക്കാൻ വേണ്ടിയുള്ള വളഞ്ഞ വഴിയാണ് വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ പാസാക്കിയെടുക്കാനുള്ള അവരുടെ പ്രാഥമിക ശ്രമം. അതായത് BJP കൊണ്ടുവരുന്ന ഒരു ബില്ല് 2/3 ഭൂരിപക്ഷത്തോടെ ഏത് വിധേനയും പാസാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടലാക്ക് മാത്രമാണ് അവരുടെ മനസ്സിലെന്ന് കൃത്യമായി കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് അഭിജിത്ത് ദീപ്കെ പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ സുപ്രീം കോടതി നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഉദയം ചെയ്യേണ്ടി വന്ന ഒരു പ്രസ്ഥാനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. വാസ്തവത്തിൽ അതിന്റെ ഉപജ്ഞാതാവ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് തന്നെയെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ രാജ്യത്തെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരെ അവരെ ക്ഷുദ്രജീവികൾ എന്ന രീതിയിൽ മുദ്രകുത്തി, അവരെ ചാപ്പ കുത്തി, അവരെ ഈ നാടിന് കൊള്ളരുതാത്തവരായി ചിത്രീകരിക്കാൻ ശ്രമിച്ചവർക്ക് നേരെ കൃത്യമായ സംഘട്ടനം തന്നെ നടക്കും. അത് ആശയപരമായിരിക്കും, സംവാദപരമായിരിക്കുമെന്ന് അഭിജിത്ത് ദീപ്കെ ഉറപ്പു പറയുകയാണ്. സോനം വാങ്ചുക് സത്യാഗ്രഹം ഇരിക്കുന്നത് രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടിയാണ്, രാജ്യത്തെ പൗരർക്ക് വേണ്ടിയാണ്. അദ്ദേഹം കൃത്യമായും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, തന്റെ മരണം വരെ താൻ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പോരാടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തുടരുന്ന ഒരു കാര്യമുണ്ട്. ധർമ്മേന്ദ്ര പ്രധാനെ പോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു നേതാവ് വീണ്ടും കോട്ടും സ്യൂട്ടും ഇട്ട് ഒരു കൂസലുമില്ലാതെ പാർലമെന്റിൽ കയറി ഇറങ്ങുമ്പോൾ അത് സാധാരണക്കാരന്റെ നെഞ്ചത്ത് അമിട്ട് പൊട്ടിക്കുന്നതിന് തുല്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ വരുമ്പോൾ അഭിജിത്ത് ദീപ്കെയും സോനം വാങ്ചുങ്ങും ഒക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒരേ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുമ്പോൾ രാജ്യവിരുദ്ധരെന്നും രാജ്യദ്രോഹികളെന്നും വീണ്ടും വീണ്ടും അമിത്ഷാ പറഞ്ഞുകൊണ്ടേയിരിക്കും.